+1 ഒരു സബ്ജക്ട് ഫെയിൽ ആയാൽ +2 അതിന് A+ മേടിക്കാൻ വേണ്ടി കഴിയോ? ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ചിന്തിച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കുക, കാരണം അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് തന്നെയാണ്, +1 ഫെയിൽ ആയാൽ +2 A+ കിട്ടുമോ? ഓക്കെ, അതായത് ഇതിന്റെ അകത്ത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് +1 എന്തില്ല, ഈ പറയുന്ന ഫെയിലും പാസും അല്ലെങ്കിൽ ഗ്രേഡും ഒന്നും അവിടെ ഇല്ല. ഓക്കെ, അതായത് നമ്മുടെ ബോർഡ് പ്രകാരം അതൊന്നും ഇല്ല. എന്നാലും നമുക്ക് നമ്മുടെ ഒരു മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ അല്ലെ, ഇത് ഞാൻ പൊട്ടിയോ അല്ലെങ്കിൽ ഞാൻ പാസ്സായോ എന്നുള്ളത് നമുക്ക് അറിയാലോ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ആധികാരികമായ കണക്ക് പ്രകാരം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എടാ, നമുക്ക് സപ്പോസ് +1 40 ഔട്ട് ഓഫ് 100 ആണ് കിട്ടിയെന്ന് വിചാരിക്കാം. 40, ഓക്കെ, 100ൽ 40. അതായത് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് കനിഞ്ഞു തന്നു, 20 മാർക്ക് സി വെറുതെ കനിഞ്ഞു തന്നു. അപ്പം ആ 80ന്റെ അകത്ത് ബാക്കി നമ്മൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? 20 മാർക്ക് ആയിരിക്കും നമ്മൾ TE അല്ലെ, TE ആയിട്ട് നമ്മൾ 20 മാർക്ക് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ മൊത്തം സിയും ടിയും കൂടെ കൂട്ടിയിട്ട് 40 ഔട്ട് ഓഫ് 100 എന്താണ്? ഓഫ് കോഴ്സ് അത് പാസ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ A+, അതായത് നമ്മൾ +2 എത്തുന്ന സമയത്ത് കേട്ടോ, A+ കിട്ടണം എന്നുണ്ടെങ്കിൽ 200ൽ 180 മാർക്ക് വേണം. അതായത് 90% അല്ലെ, ആ ഒരു 90% കിട്ടണമെങ്കിൽ എന്ത് വേണം? 200ൽ നമുക്ക് 180 മാർക്സ് വേണം എവിടെ? +2ലേക്ക്. സോ ഇനി നെക്സ്റ്റ് ഇതാണ്, +2ൽ അപ്പൊ എത്ര നമ്മൾ എഴുതിയെടുക്കേണ്ടതായിട്ട് വരും? ഈ 180ന്റെ അകത്തുനിന്ന് 180 അല്ലേ, ഈ 180ന്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ എഴുതി വാങ്ങി ഉണ്ടാക്കിയിട്ടുള്ളത് 40 മാർക്കാണ്. എഴുതി വാങ്ങി ഉണ്ടാക്കിയല്ല, സിയും ടിയും കൂടി നമുക്ക് 40 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോ 140 മാർക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? +2ൽ എഴുതി ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ +2ൽ നേടിയെടുക്കേണ്ടത് 140 മാർക്കാണ്. ഇത് പറ്റുമോ? ആകെ 100 മാർക്കിനല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? +2ൽ എക്സാം 100 മാർക്കിനായിരിക്കും എഴുതുന്നുണ്ടാവുക. സോ 100 മാർക്കോ അല്ലെങ്കിൽ എന്തായാലും ഞാനിപ്പോ ഇത് ഈ ഒരു 100 മാർക്കിന്റെ സബ്ജക്റ്റിന്റെ ബേസിസിലാണ് പറഞ്ഞത് കേട്ടോ, നിങ്ങൾ ആ ഒരു രീതിക്ക് എടുക്കണേ. ഓക്കെ, സോ +2ൽ എന്താണ്, നമുക്ക് പരീക്ഷ 100 മാർക്കിലായതുകൊണ്ട് 140 മാർക്ക് അവിടെ നേടാൻ വേണ്ടി കഴിയില്ല. സോ A+ എന്ന് പറഞ്ഞ സംഗതി എന്തായാലും നിങ്ങളിപ്പോ +1ൽ ഫെയിൽ ആയി എന്നാണെങ്കിൽ A+ എവിടെ നേടാൻ പറ്റില്ല? +2ലേക്ക് നേടാൻ പറ്റില്ല. അത് കൺഫേം ആണ്, ഒരു രക്ഷയുമില്ല. അപ്പോ എന്താണ്, ആ വിഷയത്തിൽ A+ ലഭിക്കില്ല. ഇതാണ് മെയിൻ സംഗതി. പക്ഷെ നിങ്ങൾക്ക് +1ൽ സപ്പോസ് ഒരു 85 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്താവും നിങ്ങൾക്ക് അല്ലെ, 180 - 85 ചെയ്താൽ മതി, ബാക്കി 95 എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അവിടെ എഴുതിയെടുത്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, A+ ഒക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഞാനിവിടെ പറയാൻ വേണ്ടി വന്നത് എന്താ വെച്ചാല്, ഈ ഒരു കാര്യം കണ്ടല്ലോ അല്ലെ, +1ൽ നമ്മൾ ഫെയിൽ ആയാൽ A+ കിട്ടൂല. പക്ഷേ A+ കിട്ടാൻ ഒരു വഴിയുണ്ട്. അതെന്താണെന്നറിയോ? ആ വഴീന്റെ പേരാണ് ഇംപ്രൂവ്മെന്റ്. എടാ, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുക. ഇംപ്രൂവ്മെന്റ് എക്സാം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്കിപ്പോ ഈ ഒരു +1 നമ്മളിപ്പോ ഈ വന്ന റിസൾട്ട് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നമ്മൾ പഠിച്ചിട്ട് കിട്ടിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയുമല്ലാന്ന്. കാരണം നിങ്ങൾ +1 ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ കുറച്ച് മാസം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഭയങ്കര പസിൽഡ് ആയിരിക്കും. ഇത് എന്താന്ന് മനസ്സിലാവുന്നില്ല. കുറെ പേർക്ക് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്ന കാരണം മനസ്സിലാവുന്നില്ല. അങ്ങനെ ആകെ ഭയങ്കര കൺഫ്യൂസ്ഡും ടെൻഷനും ഒക്കെ ആയിരിക്കും. അപ്പൊ കുറെ ചാപ്റ്റേഴ്സ് അന്നേരം മനസ്സിലാവാണ്ട് പോയി, അങ്ങനെ ആകെ അവതാളത്തിലായി. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ +1 റിസൾട്ട് വന്ന സമയത്ത് നമുക്ക് അറിയാം, ഓ +1ൽ ഇന്ന സാധനങ്ങളാണ് ഉള്ളത്, എനിക്ക് ഇവിടെയൊക്കെ പഠിക്കാത്തതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. നമുക്ക് ഇപ്പൊ ഒരു ഏകദേശ ധാരണയുണ്ട്. സോ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടാൻ വേണ്ടി പോവാണ്. ആ സെക്കൻഡ് ചാൻസിന്റെ പേരാണ് ഇംപ്രൂവ്മെന്റ്. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? നല്ലപോലെ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോക്കസ് ചെയ്ത് വേണമെന്ന് വിചാരിച്ചിരുന്ന് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന A+ നിങ്ങൾക്ക് നേടിയെടുക്കാം. കാരണം ഇപ്രാവശ്യത്തെ ഈ ഫെയിൽ ആയ പേപ്പർ ഉണ്ടല്ലോ, ആ ഫെയിൽ ആയ പേപ്പർ വേണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ആക്കി എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യടാ, ആ ഡബിൾ പാസ് കിട്ടുന്ന മാർക്ക് കൊണ്ട് അല്ലെങ്കിൽ ആ എത്രയും മാർക്ക് നമുക്ക് കൂടി കിട്ടുന്നോ അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് A+ +2ലേക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി കഴിയും. വേണമെന്ന് വിചാരിക്കുന്നവർക്ക് അതിനൊക്കെ കഴിയും. ഓക്കെ, സോ ഇംപ്രൂവ്മെന്റ് എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയൊരു വഴി. ആൻഡ് അതിനകത്തുള്ള വലിയൊരു ബെനഫിറ്റ് നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ ഈ ബാച്ചിനെ സംബന്ധിച്ചുള്ള ബെനഫിറ്റ് എന്താണ്? കഴിഞ്ഞ വർഷം വരെ +2 ബോർഡ് എക്സാമിന്റെ കൂടെയായിരുന്നു നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, കോവിഡ് തൊട്ടിട്ടാണ് ആ ഒരു പരിപാടി വന്നിട്ടുള്ളത് കേട്ടോ, കോവിഡിന് ശേഷമാണ്. ഓക്കെ, സോ അതെടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാണ്, നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇംപ്രൂവ്മെന്റ് വരിക എന്നാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് കേട്ടോ. സോ എന്തായാലും നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട്. പഠിക്കണം എന്ന് വേണം എന്ന് വിചാരിക്കുന്നവർക്ക്, മാർക്ക് കൂട്ടണം, നല്ല മാർക്ക് വാങ്ങണം എന്ന്
ഇപ്പൊ ഈ റിസൾട്ട് വന്ന സമയത്ത് വിഷമമായവർക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. അതിനാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം ഒക്കെ ഉള്ളത്. സോ എനിക്ക് ഇനി പറയാനുള്ള കാര്യം എന്താണ്? യെസ്, നമ്മുടെ ഇംപ്രൂവ്മെന്റ് ബാച്ച് നമ്മളിപ്പോ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതിന്റെ മുൻപേ ഒരു കാര്യം പറ്റാം, നമ്മുടെ സൂപ്പർ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റ് ഓൾറെഡി ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾ സൂപ്പർ ബാച്ചിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇംപ്രൂവ്മെന്റ് ഇവിടെ ഫ്രീ ആണ്. ഇനി അതല്ലാന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ബാച്ച്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, കാരണം അതിന്റെ പോസ്റ്റർ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. സോ പോസ്റ്റർ ഈ അടുത്ത് തന്നെ വരും, അതിന്റെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ വരും. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ നമ്മുടെ സൂപ്പർ ബാച്ചിൽ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിന്റെ അകത്ത് മക്കളെ എല്ലാം നിങ്ങൾക്ക്, അതായത് നിങ്ങളിപ്പോ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 5499 ആണ് ബാച്ചിന്റെ പ്രൈസ് വരുന്നത്. ഭയങ്കര ലാഭമാണ്, കാരണം ഈ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ കിട്ടും എന്ന് അറിയടാ. +1 ഇംപ്രൂവ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഇംഗ്ലീഷ് മാത്സിന്റെ ഒക്കെ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ കോമേഴ്സുകാർക്ക് അതിന്റെയും ഏതൊക്കെയോ ഫൗണ്ടേഷൻ, എക്കണോമിക്സോ അക്കൗണ്ടൻസിന്റെയോ അതിന്റെയൊക്കെയോ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അവിടെ അതും നിങ്ങൾക്ക് ഫ്രീ കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ ലാബിന്റെ ക്ലാസ്സസ്, വേറെ എന്തൊക്കെയോ ക്ലാസ്സസ്, ഒരുപാട് ക്ലാസ്, ഒരുപാട് ലൈവ്, ഒരുപാട് എക്സാംസ്, റെക്കോർഡ് ക്ലാസ്, കംപ്ലീറ്റ് കാര്യങ്ങളുള്ള ഒരു പാക്കേജ് ആണ്. ഓക്കെ, +1ഉം +2ഉം കൂടെ ഉള്ള ഒരു പാക്കേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ബാച്ച് ഇപ്പൊ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റേ കിട്ടുള്ളൂ. കാരണം നമുക്ക് അവിടെ +2ഉം പഠിക്കാൻ വേണ്ടി കഴിയും. +1 മാത്രമല്ല, ഇംപ്രൂവ്മെന്റ് മാത്രമല്ല, ഇംപ്രൂവ്മെന്റ് ബാച്ച് എനിക്കൊന്ന് ഓരോരോ പേപ്പറിനായിട്ടായിരിക്കും, ഓരോരോ സബ്ജക്റ്റിന് ഓരോരോ ഫീ എന്നുള്ള പോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ 3 സബ്ജക്റ്റ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തതിനേക്കാളും ഇതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതാവുക. കാരണം +2ഉം +1ഉം നമുക്ക് അവിടെ ഒരുമിച്ച് കിട്ടാൻ കേട്ടോ. ഇനിയിപ്പോ ഇത് എങ്ങനെയാ കിട്ടുക? താഴെ കാണുന്ന ആ ഒരു നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിന്റെ ലിങ്ക്. നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുക, അവിടെ നിങ്ങൾ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. താഴെ ലിങ്ക് ഉണ്ട്, കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്താൽ കാണാം. ഓക്കെ, ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക. കാരണം നമ്മൾ +2 കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് അന്നേരം കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കായിരുന്നു, +2ന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അയ്യോ ഞാൻ +1ൽ ഇങ്ങനെയല്ലേ ചെയ്തത്, എനിക്ക് കുറച്ചും കൂടെ അവിടെ നന്നാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അന്ന് ആലോചിക്കുന്നതിനേക്കാളും ഇപ്പൊ നമ്മൾ പ്രസന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ നല്ല രീതിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഓക്കെ, എന്നാല് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞാൻ വന്ന് റിപ്ലൈ തരാം കേട്ടോ, ആ കമന്റ് റിപ്ലൈ തരാം. ഇനിയിപ്പോ അതല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ID വർണിത ഹരിദാസ് എന്നാണ്, VARNITHA ഹരിദാസ്. ഓക്കെ, അതിനകത്ത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ എന്നാ ശരി, അത്രയൊക്കെ ഉള്ളൂ, ബൈ.